ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പട്ടികജാതി ക്ഷേമ സമിതി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന SFI മാർച്ചിന് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി. അരീക്കാടിൽ വാഹനാപകടം. ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച പട്ടികജാതി ക്ഷേമ സമിതി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. P. മോഹൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങളും ലംസം ഗ്രാന്റും വർദ്ധിപ്പിക്കുക, സമയബന്ധിതമായി വിതരണം ചെയ്യുക, കോളേജുകൾക്ക് സ്വയംഭരണം നൽകാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സമഗ്ര പാർപ്പിട പദ്ധതി നടപ്പിലാക്കുക, ALY പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കളക്ടറേറ്റിലേക്ക് ധർണ സംഘടിപ്പിച്ചത്. P. മോഹനൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. PM ബാബു, AK ഗോപാലൻ, CM ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആ വിഭാഗത്തിന്റെ സംവരണം ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിലും ഏതാണ്ട് മാറി മാറി വന്ന സർക്കാരുകളുടെ, പ്രത്യേകിച്ചും UDFന്റെ ഭരണ നേതൃത്വം തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് PKSന്റെ സംസ്ഥാന കമ്മിറ്റി വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് ഇന്നേ ദിവസം കേരളത്തിലെ 13 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്കും മാർച്ചും ധർണയും നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന SFI മാർച്ചിന് നേരെയുണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി. സമരത്തിന്റെ ഭാഗമായി പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയ SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ചൊവ്വാഴ്ച SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിയത്. പഠിപ്പ് മുടക്കിയ പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് ആരംഭിച്ച പ്രകടനത്തിന് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK കിരൺരാജ്, ജില്ലാ സെക്രട്ടറി MK നികേഷ്, AK ബിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രകടനം കിഡ്സൺ കോർണർ പരിസരത്ത് സമാപിച്ചു. അരീക്കാടിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. നല്ലളം പോലീസ് സ്റ്റേഷന് സമീപം നടന്ന അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയോടെ നല്ലളം പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. കോഴിക്കോട് മഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസും ലോറിയും തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത്. ലോറി തിരിക്കുന്നതിനിടയിൽ ബസ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് അപകടത്തിൽ കലാശിച്ചത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ലോറി സമീപത്തെ മറ്റൊരു ലോറിയെയും കാറിനെയും കൂട്ടിയിടിച്ചിരുന്നു. ഈ വാഹനങ്ങളിലെ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. നല്ലളം പോലീസ് സ്റ്റേഷന് സമീപം മണൽ ലോറികൾ കൂടുതലായി റോഡിൽ പിടിച്ചിട്ടത് കാരണം ഈ ഭാഗങ്ങളിൽ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ റോഡിലേക്ക് കയറ്റിയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാറ്. ഇതും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നല്ലളം അരീക്കാട് ഭാഗങ്ങളിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു ആന്ധ്ര സ്വദേശി മരിച്ചിരുന്നു. താമരശ്ശേരി അബ്ദുൽ കരീം കൊലക്കേസിൽ മക്കളായ മിഥിൽരാജും ഫിർദാസുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരണം. സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഒരു വർഷത്തെ അന്വേഷണത്തിന് ശേഷം താമരശ്ശേരി അബ്ദുൽ കരീം കൊലക്കേസിൽ മക്കളായ മിഥിൽരാജും ഫിർദാസുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചു. 2013 ജൂൺ 29 അബ്ദുൽ കരീമിനെ കാണാതായി എന്ന പേരിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ നാളിതുവരെയായിട്ടും കേസിൽ പുരോഗതി കാണാത്തതിനെ തുടർന്ന് അബ്ദുൽ കരീമിന്റെ ഉമ്മയുടെയും അനിയന്റെയും പരാതിയിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്ന അബ്ദുൽ കരീം മറ്റൊരു വിവാഹം കഴിക്കുകയും ഇതിന്റെ അമർഷവും സ്വത്ത് സംബന്ധമായ വിഷയവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്നേഹം നടിച്ച് അബ്ദുൽ കരീമിനെ വീട്ടിലെത്തിച്ച മക്കൾ രാത്രിയിൽ ക്ലോറോഫോം മണപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതികളായ മിഥിൽരാജും ഫിർദാസും കുറ്റം സമ്മതിച്ചതായും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 16-ം തീയതി നാട്ടിൽ വന്ന് ഉമ്മയോടും വാപ്പയ്ക്ക് വലിയ ഈ ശ്രീലങ്കക്കാരി സ്ത്രീയോട് അടുപ്പം കൂടിയപ്പോൾ മിഥിലാജിന്റെ അഭിപ്രായ പ്രകാരം 13 വർഷമായി ആ സ്ത്രീയോട് അടുപ്പം എന്ന് പറയുന്നു. ഉമ്മയോട് വലിയ ലോകിയൊന്നുമില്ല. ഈ ഭൂമി ഇടപാടുകളോ അല്ലെങ്കിൽ പൈസ ഇടപാടൊന്നും ഇവർക്കൊന്നുമില്ല. അത്യാവശ്യം ചെലവിന് വേണ്ടി മാത്രം അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളും സ്വത്തൊക്കെ അല്ലെങ്കിൽ ഭൂമിയുടെ ആധാരം അടക്കം അനിയന്റെ പക്കലാണ് ഏൽപ്പിക്കുന്നത്, ഈ അബ്ദുൽ കരീമിന്റെ അനിയന്റെ പക്കൽ. അപ്പൊ ഈ സ്ത്രീയുമായിട്ടുള്ള
അടുപ്പം കാരണമാണ് മക്കളോടും ഭാര്യയോടും ഇയാൾ കൂടുതൽ ലോഹ്യം കാണിക്കാത്തതെന്നുള്ള വിരോധം ഒന്ന്. രണ്ട്, അത്യാവശ്യം സമ്പത്തുള്ള ഒരു ഗൾഫുകാരൻ്റെ മക്കളായിട്ട് അതിൻ്റെ രീതിയിൽ അനുഭവിക്കാൻ ഇവർക്കാർക്കും ഒരു സമ്മതം കൊടുക്കുന്നില്ല. പിന്നെ ഇവരാരും വിശ്വാസമില്ല. സ്വന്തം ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി പോലും ഇവരാരും ഓടിക്കാൻ സമ്മതിക്കാറില്ല, സ്കോർപ്പിയോ വണ്ടി. ഒരു കാര്യം ഇവർക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പൈസ ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ ഉള്ള ഒരു ദേഷ്യം ഒന്ന്, പ്രത്യേകിച്ച് ഉമ്മാക്കും കൂടെ ഒരു ദേഷ്യം വന്നു. അതായത് തീരെ ഉമ്മയോട് യാതൊരു ബന്ധമില്ല. രാവിലെ 7 മണിക്ക് പോവും, രാത്രി 11 മണിക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വരും. എപ്പോഴെങ്കിലും വീട്ടിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ പുലർച്ചെ എണീറ്റ് പോകും. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ഉമ്മയുടെ സങ്കടം കണ്ടപ്പോൾ ഇവർക്ക് ഉപ്പയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉപദ്രവിച്ച് കൈയും കാലും അടിച്ചിട്ട് ഒരു മൂലയിൽ കിടത്താമെന്നുള്ള ഉദ്ദേശമായിരുന്നു. എന്നാൽ ഇത് കൊലപാതകമാണെന്ന് തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെന്നും താമരശ്ശേരി പോലീസിന്റെ കേസ് അന്വേഷണത്തിന്റെ അനാസ്ഥയാണ് കേസ് ഇത്രയും നീണ്ടുപോകാൻ കാരണമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടത് ഞാനാണ്. എനിക്ക് അവനെ കാണാതായിട്ട് 5 ദിവസം കൊണ്ട് തന്നെ അവൻ മരണപ്പെട്ടിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണെന്ന് തെളിയിക്കേണ്ടി മാത്രമേ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. അങ്ങനെ അവർക്ക് പണി ഉണ്ടായിട്ടുള്ളൂ. അവൻ മരിച്ചു പോയിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞ് അവൻ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ള ഞങ്ങൾക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ലോക്കൽ പോലീസ് അന്വേഷണം താമരശ്ശേരിയുള്ള അന്വേഷണത്തിൽ എന്തോ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. താമരശ്ശേരി പോലീസ് അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. 7 മാസം അവർ ഈ കേസ് വെച്ച് നീട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ മറവ് ചെയ്യാൻ പോലും ഈ ജനാസ കിട്ടാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നത്. അവന്റെ ബോഡി എവിടെയാണ് ഇനി തെരഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ ജനാസ ഞങ്ങൾക്ക് മറവ് ചെയ്യാൻ, ചടങ്ങ് നിർവഹിക്കാൻ വേറെ പറ്റാതിരിക്കുന്നത് ഒരു 7 മാസം താമരശ്ശേരി പോലീസ് ഈ കേസ് വെച്ച് നീട്ടിക്കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് അവിടുത്തെ DYSP ഒക്കെ ഈ ഫയൽ മറച്ചു വെക്കുക പോലും ചെയ്തില്ല. അത് അനാസ്ഥ തന്നെയാണ് അവർ കാണിച്ചത്. ഇത്രയും ഈ ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് ഈ കേസ് എത്തിയതും ഞങ്ങൾ ഇത് ഇത്രയും തെളിയാനുള്ള, ഇത്രയും പെട്ടെന്ന് ഇത് തെളിയാനൊക്കെ കാരണമായതും ഈ ഞങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഞങ്ങളെ ജീവൻ തന്നെ അവരോട് കടപ്പെട്ടിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ PR സതീഷ്, ബാബു, പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. സിഗ്നേച്ചർ എന്ന സന്നദ്ധ സംഘടന രൂപം നൽകിയ ലഹരി ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള കെയർ പദ്ധതി സ്കൂൾ തല ഉദ്ഘാടനം NGO ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ അഡീഷണൽ സ്പെഷ്യൽ ജഡ്ജ് RP ബൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന പുകയില, മദ്യം, മറ്റു ലഹരി വസ്തുക്കൾ തുടങ്ങിയവയ്ക്കെതിരെ സിഗ്നേച്ചർ എന്ന സന്നദ്ധ സംഘടന രൂപം കൊടുത്ത കെയർ 2014 സ്കൂൾ തല പരിപാടിക്ക് തുടക്കമായി. വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് ബോധവൽക്കരിക്കുന്നതിനായി ചിത്ര പ്രദർശനങ്ങൾ, സ്ലൈഡ് വീഡിയോ ഷോകൾ, പുകയില ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. പരിപാടി അസിസ്റ്റന്റ് സ്പെഷ്യൽ ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. NGO ക്വാർട്ടേഴ്സ് സ്കൂൾ പ്രിൻസിപ്പൽ PC ജോർജ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഷിജോ ജോസഫ്, സുരേഷ് കുമാർ, V ബിനോയ്, V അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. വലിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി കരുതിയിരുന്നൊരു കാലമുണ്ടായി. പക്ഷെ പിന്നീട് അതിന് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റം വരുമ്പോഴും അത് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെയുള്ള മാറ്റമായി മാറുന്നു എന്ന ഗൗരവപൂർണമായ കാര്യവുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത്തരം കാര്യങ്ങളോട് നോ എന്ന് പറയാനുള്ള ഒരു കരുത്ത് നിങ്ങൾ ആർജിക്കേണ്ടത്. ഇന്ന് മദ്യത്തിന്റെയൊക്കെ ഉപയോഗത്തിന്റെ, ചെറുപ്പക്കാരായ കുട്ടികൾ മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നതിന്റെ കളരി എന്ന് പറയുന്നത് പലപ്പോഴും വിവാഹ വീടുകളാണ്. അതിന്റെ ആഘോഷമൊക്കെ ആയി ബന്ധപ്പെട്ട് പലപ്പോഴും സുഹൃത്തിന്റെ വീട്ടിൽ വിവാഹം ഉണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊരു അവസരം, അങ്ങനെ വീട്ടുകാരൊക്കെ അറിയാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു സന്ദർഭം, ഇതൊക്കെയായിട്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ഒരു സന്ദർഭം വന്നുകൂടുന്നു. മൈലാമ്പാടിയിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മൈലാമ്പാടി മേഖലയിൽ വരുന്ന 6ാമത്തെ ടവറാണിത്. മൈലാമ്പാടി കരാമ്പാറ്റ പ്രദേശത്താണ് സ്വകാര്യ വ്യക്തിയുടെ 30 സെന്റോളം വരുന്ന സ്ഥലത്ത് പ്രമുഖ കമ്പനിയുടെ മൊബൈൽ ടവർ നിർമ്മാണം ഒരുങ്ങുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൈലാമ്പാടി മേഖലയിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന 6ാമത്തെ ടവറാണിത്. പലയിടങ്ങളിലും സ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ചുറ്റും വീടുകളുള്ള ഈ പ്രദേശത്ത് ടവർ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് നാട്ടുകാർ ഇതേക്കുറിച്ച് അറിഞ്ഞത്. തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും വായനശാലകളുടെ നേതൃത്വത്തിൽ ടവറിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു.
കോർപ്പറേഷൻ അധികൃതർക്കും ADM-നും മറ്റധികാരികൾക്കും പരാതി നൽകി. യാതൊരു കാരണവശാലും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഒരു മൊബൈൽ ടവർ സ്ഥാപിക്കാൻ അനുവദിക്കില്ല. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മുഴുവൻ അറിയുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. മൊബൈൽ ടവർ സ്ഥാപിച്ച പ്രദേശത്തെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അറിയാം. അതിന്റെ ജനറേറ്ററിൽ നിന്നുണ്ടാവുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് അത് ശ്വസിച്ച് ജനങ്ങൾക്ക് ശ്വാസമുട്ടൽ അതുപോലെ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥകൾ. അതുപോലെ ഇത് ക്രമാനുഗതമായിട്ട് ഈ മൊബൈൽ റേഡിയേഷൻ വഴി ജനങ്ങൾക്ക് ഉണ്ടാവുന്ന രോഗങ്ങളെപ്പറ്റി അത് ഇന്റർനാഷണൽ ലെവലിലുള്ള പല ഓർഗനൈസേഷൻസും നടത്തിയ ഒരുപാട് പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്. അതിൽ നിന്ന് അറിയാം ക്യാൻസർ മാത്രമല്ല, ക്യാൻസറിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് ചർമ്മ രോഗങ്ങൾ, അതേപോലെ കണ്ണുകൾക്കുണ്ടാവുന്ന രോഗങ്ങൾ, പിന്നെ ട്യൂമർ, ബ്രെയിൻ ട്യൂമർ, ഇങ്ങനെ മാരകമായ നിരവധി രോഗങ്ങൾക്ക് കാരണമാക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ മൊബൈൽ ടവർ സ്ഥാപിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. ഇത് തടയാൻ വേണ്ടിയിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ജനപ്രതിനിധികളും സാംസ്കാരിക സംഘടനകളും സാമൂഹിക സംഘടനകളും വായനശാലകളും ചേർന്നിട്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് ജനങ്ങളെ അണിനിരന്ന് ഇത് പ്രവർത്തിക്കുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഇതിന്റെ കൂടെ അണിനിരന്നിട്ടുണ്ട്. പൊതുവെ കണ്ടുവരുന്ന 2G 3G ടവറുകളിൽ നിന്ന് വ്യത്യസ്തമായി 4G ടവറാണ് ഇവിടെ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. എന്ത് വില കൊടുത്തും ഇതിനെ തടയുമെന്ന് ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ വിനീഷിനൊപ്പം ഹർമ്യ മനോഹർ, ടൈം ന്യൂസ്. സ്റ്റുഡൻസ് നഴ്സ് അസോസിയേഷൻ നോർത്ത് വെസ്റ്റ് സോൺ കലാസാഹിത്യ ശാസ്ത്ര മത്സരങ്ങൾ ഈ മാസം 12 മുതൽ 14 വരെ ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ നടക്കും. നഴ്സിംഗ് കോളേജുകളിലെ 500ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ നോർത്ത് വെസ്റ്റ് സോൺ കലാസാഹിത്യ ശാസ്ത്ര മത്സരങ്ങൾ ഈ മാസം 12 മുതൽ 14 വരെ ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മത്സരങ്ങൾ സാധാരണ രീതിയിലുള്ള എല്ലാം ഉണ്ട്. ഓഫ് സ്റ്റേജും സ്റ്റേജ് ഐറ്റംസും ഉണ്ട്. ഫ്ലോക്ക് ഡാൻസ് ഐറ്റംസ് ഒരുപാടുണ്ട്. അതിൻ്റെ ലിസ്റ്റുമായിട്ട് അതുണ്ട്. ഓഫ് സ്റ്റേജ് ഐറ്റംസ് 10-20 കോമ്പറ്റീഷൻസ് ഉണ്ട്. പെൻസിൽ ഡ്രോയിങ്, കാർട്ടൂൺ ഡ്രോയിങ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. റൈറ്റിംഗ് ഐറ്റംസ്, എസ്സേ റൈറ്റിംഗ്, ഇംഗ്ലീഷ് മലയാളം എസ്സേ റൈറ്റിംഗ്, അങ്ങനെയുള്ള റെസിറ്റേഷൻ, എലക്യൂഷൻ. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ 33 നഴ്സിംഗ് കോളേജുകളിൽ നിന്ന് 500ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. മത്സരങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോയ് കെ ജോർജ് നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള മദ്യനിരോധന സമിതിയുടെ യുധിഷ്ഠിര അവാർഡിന് KPCC അധ്യക്ഷൻ VM സുധീരൻ അർഹനായി. ഈ മാസം 21-ന് ഗാന്ധിഗ്രഹത്തിൽ അവാർഡ് സമർപ്പണം നടക്കും. കേരള മദ്യനിരോധന സമിതിയുടെ യുധിഷ്ഠിര അവാർഡിന് KPCC പ്രസിഡന്റ് VM സുധീരൻ അർഹനായി. ബാർ വിഷയത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരുന്നതുൾപ്പെടെയുള്ള കാരണങ്ങളാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ശ്രീ VM സുധീരന് 418 ബാറുകളുടെ കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ശ്രീ VM സുധീരന് ഞങ്ങൾ ഒരു അവാർഡ് യുധിഷ്ഠിര എന്ന പേരിൽ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. യുധിഷ്ഠിര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അർത്ഥപരമായി യുദ്ധത്തിൽ സ്ഥിരമായി നിൽക്കുന്നവൻ എന്നാണ്. അതായത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ, പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതിനൊന്നും വഴങ്ങാതെ ഈ 418 ബാറുകളുടെ കാര്യത്തിൽ വളരെ ബോൾഡായിരിക്കുന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ശ്രീ VM സുധീരനെ തീർച്ചയായും ഒന്ന് ആദരിക്കേണ്ടതും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ മാനിക്കേണ്ടതും ഈ സംസ്കാര കേരളത്തിന്റെ ഒരു ഭാഗമാണ് എന്നും പ്രത്യേകിച്ച് അതിൽ കേരള മദ്യനിരോധന സമിതിക്ക് പങ്കുണ്ട് എന്നും ഞങ്ങൾ കരുതുകയാണ്. ഈ മാസം 21-ന് ഗാന്ധിഗ്രഹത്തിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് ഗാന്ധി സ്മാരക നിധി അഖിലേന്ത്യാ ചെയർമാൻ P. ഗോപിനാഥൻ നായർ അവാർഡ് സമർപ്പിക്കും. പ്രൊഫസർ MP മന്മഥൻ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ സമാപനവും ജൂൺ 21-ന് നടക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂലൈയിൽ ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പിഴയില്ലാതെ ഈ മാസം 20 വരെ അപേക്ഷിക്കാമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂലൈയിൽ ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 20 വരെ പിഴയില്ലാതെ അപേക്ഷ സമർപ്പിക്കാം. 6 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ ബിരുദാനന്തര കോഴ്സുകൾ വരെ ഇഗ്നോയിൽ ലഭ്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. And in Kerala we have 3 regional centers. One is in Cochin, second one is Trivandrum, and third one is in Vadagara. This regional center Vadagara is looking after the open and distance learning developments of 4 districts: Calicut, Wayanad, Kannur and Kasaragod. The admission process of the university, because it is very important to the public that because this university mainly catering to the
requirement of the disadvantaged special category of people, working people, we are offering. ഇരുചക്ര വാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയേക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഗതാഗത സെക്രട്ടറിയുടെ പരിഗണനയിൽ വിട്ടു. പിൻസീറ്റിലിരുന്ന് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും ഇനി ഹെൽമറ്റ് ധരിക്കേണ്ടി വരും. പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം ഗതാഗത സെക്രട്ടറിയുടെ പരിഗണനയിലാണ്. കേരളത്തിൽ ഇരുചക്ര വാഹനങ്ങളിലെ പിൻസീറ്റ് യാത്രക്കാർക്ക് ഇതുവരെ ഹെൽമറ്റ് നിർബന്ധമായിരുന്നില്ല. എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ പിൻസീറ്റ് യാത്രക്കാർക്ക് ഹെൽമറ്റ് നിർബന്ധമാണ്. ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ കോസ്മോസ് സ്പോർട്സ് ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കോസ്മോസ് സ്പോർട്സ് ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ് ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. സ്പോർട്സ് കോട്ടയിൽ നമുക്ക് കുട്ടികൾക്ക് ജോലി, അതേപോലെ തന്നെ ഗ്രേസ് മാർക്ക്, ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. സ്പോർട്സ് നിങ്ങൾക്കറിയാം, ഇന്ന് വേൾഡിലൊക്കെ തന്നെ സ്പോർട്സ് വളരെയധികം വലിയ ഒരു തരംഗമായി മാറുകയാണ്. പ്രത്യേകിച്ച് മറ്റ് വികസിത രാഷ്ട്രങ്ങളൊക്കെ തന്നെ, ചൈനയായാലും ജർമ്മനി ആയാലും അതുപോലെ US ആയാലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ സ്പോർട്സ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി നമുക്ക് കൂടുതൽ നല്ല ഉപകരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സ്പോർട്സിന്റെ റീറ്റെയിൽ ഷോറൂം നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിന്റെ മറ്റേ ബിസിനസ് തലസ്ഥാനമായ കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള അക്കാദമിക്സ് ഒക്കെ തന്നെ അണ്ടർ പ്ലാനിങ്ങിലാണ്. നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പാൻ തന്നെ JDT-യിൽ ഒരു അക്കാദമി സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹായവും സഹകരണവും ഇതിനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനുള്ള എല്ലാവിധ സഹായത്തിന്റെ ഭാഗത്തും ഉണ്ടാകുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് PM മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A വത്സലൻ, ബിനോയ്, നാസിർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിൽ കാരുണ്യ ചികിത്സാ പദ്ധതി ഉദ്ഘാടനവും പുനരധിവാസ പാക്കേജ് ഉദ്ഘാടനവും നടന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ഘാടനവും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തിയ നിർമ്മിച്ച വീടിന്റെ രേഖ കൈമാറ്റവും നടന്നത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാരുണ്യ പ്രവർത്തനമാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. കാരണം രോഗികൾ നമുക്കറിയാം, വളരെയധികം വൃക്ക രോഗികൾ, ക്യാൻസർ രോഗികൾ, ഹൃദയ രോഗികൾ ചികിത്സക്ക് ചെലവ് ചെയ്യാൻ പണമില്ലാതെ, നമുക്കറിയാം ചികിത്സാ ചെലവ് ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടി ചികിത്സ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു ഹൃദ്രോഗം വന്ന രോഗിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും അന്ന് തന്നെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക കടമയാണ്. അതിന് വരുന്ന ചെലവ് ഒരു നല്ല ശതമാനം രോഗികൾക്ക് താങ്ങാൻ പറ്റാത്ത ചെലവാണ്. പക്ഷേ നിർവാഹമില്ലാതെ ചികിത്സക്ക് വിധേയനാവേണ്ടി വരുന്ന അവസ്ഥ. അതുപോലെ വൃക്ക രോഗികളും ക്യാൻസർ രോഗികളും, നമ്മൾക്കറിയാം ഒരു ക്യാൻസർ രോഗി ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാരുണ്യസ്പർശമേകാൻ വേണ്ടിയുള്ള ഒരു സ്കീം ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കിയപ്പോൾ അത് എല്ലാം സന്തോഷത്തോടുകൂടെ കൈനീട്ടി സ്വീകരിച്ച ആശുപത്രികൾ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. നമുക്കറിയാം കുറേയധികം ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടുണ്ട്, സ്വകാര്യ ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് കോളിയാട്ട് ഭരതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AV സന്തോഷ് കുമാർ, M ഭാസ്കരൻ, K നാരായണൻ, K രവീന്ദ്രൻ, H അബ്ദുൽ കരീം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന SFI മാർച്ചിന് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച SFI സംസ്ഥാന വ്യാപകമായി പടിപ്പ് മുടക്കി. അരീക്കാടിൽ വാഹനാപകടം, ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.